നമസ്കാരം. ഞാൻ ബിന്ദു മരങ്ങാട്. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമായ നീലേശ്വരത്ത് സെപ്റ്റംബർ 21, 22 തീയതികളിലായി സംസ്ഥാന യോഗക്ഷേമ സഭയുടെ കൗൺസിൽ യോഗങ്ങളും പൊതുസമ്മേളനവും നടന്നു. തെയ്യങ്ങളുടെയും പൂരക്കളിയുടെയും നാട്, കോലത്തിരി രാജവംശത്തിൻ്റെ ആസ്ഥാനം, അങ്ങനെ നിരവധി വിശേഷണങ്ങൾ ചാർത്തിക്കൊടുക്കാവുന്ന നീലകണ്ഠേശ്വരത്ത് ഇതം പ്രഥമമായി നടന്ന സംസ്ഥാന യോഗക്ഷേമ സഭയുടെ പൊതുസമ്മേളനം 21 തീയതി രാവിലെ ഗണപതി ഹോമത്തോടെ തുടക്കം കുറിച്ചു. തുടർന്ന് സംസ്ഥാന കൗൺസിൽ യോഗം നടന്നു. 2 തീയതി രാവിലെ 9 മണിക്ക് കാസർഗോഡ് ജില്ലാ വനിതാ സഭ നേതൃത്വം കൊടുക്കുന്ന മെഗാ തിരുവാതിര നടന്നു. അതിനെ തുടർന്ന് യുവജന കൗൺസിൽ യോഗമായ യുവം 2024, ഒപ്പം വനിതാ സഭാ യോഗമായ മാതരം 2024 നടന്നു. ഉച്ചയ്ക്ക് 2:30 ഇടനീർ മഠാധിപതി സംപൂജ്യ ശ്രീ ശ്രീ സച്ചിദാനന്ദ ഭാരതിജി ദീപപ്രോജ്വലനം നടത്തി സമാരംഭിച്ച ചടങ്ങുകൾ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജില്ലകളിലെ പ്രതിനിധീകരിച്ച് പ്രതിനിധികൾ എത്തിയിട്ടുണ്ടായിരുന്നു. നിരവധി സംസ്ഥാന നേതാക്കന്മാരുടെ സാന്നിധ്യവും ചടങ്ങിന് മാറ്റുകൂട്ടി. സംസ്ഥാന നേതാക്കൾ ശ്രീ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് ഉൾപ്പെടെ ചടങ്ങിൽ സംസാരിക്കുകയും കാസർഗോഡ് ജില്ലയിലെ വിവിധ ഉപസഭകളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. നമസ്കാരം. ഞാൻ അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട് കേരള യോഗക്ഷേമ സഭയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. യോഗക്ഷേമ സഭയുടെ സംസ്ഥാന സമ്മേളനം കാസർഗോഡ് ജില്ലയിൽ വെച്ച് നടക്കുകയാണ്. ഈ വർഷത്തെ നമ്മുടെ കൗൺസിൽ മീറ്റിങ്ങുകൾ ബിസിനസ് മീറ്റിങ്ങുകളായിട്ടൊന്ന് ചുരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വലിയ വിപുലമായിട്ട് നടന്നതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ നമുക്ക് മഹാഗണപതി ഹോമം കഴിഞ്ഞു. അവിടെ വേദജപം സൂക്തജപങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് 9:30 ധ്വജാരോഹണമുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ഒന്ന് കൂടുന്നുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിക്കോട് നമ്മുടെ സംസ്ഥാന കൗൺസിൽ മീറ്റിംഗ് കൂടുന്നു. നാളെ യുവജന വനിതാ സമ്മേളനങ്ങൾ, നാളെ അതുകൂടാതെ രാവിലെ ഗണോദ്യമത്തിന് ശേഷം മെഗാ തിരുവാതിരകൾ നടക്കുന്നു. അന്ന് ഉച്ച കഴിഞ്ഞ് ബഹുമാനായ നമ്മുടെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്ന സംസ്ഥാന എല്ലാ ആൾക്കാരും ചേർന്നുള്ള ഒരു പൊതുയോഗം കൂടി നടക്കുന്നുണ്ട് നാളെ. കൂടാതെ ഇടനീർ മഠാധിപതി സ്വാമിജി പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ അർത്ഥവത്തായ ഒരു പരിപാടികളുമായിട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. തെയ്യത്തിൻ്റെയും ഒക്കെ അതിൻ്റെ കേന്ദ്രമായിട്ടുള്ള ഇവിടെ അങ്ങനെ ബ്രാഹ്മണ സംസ്കാരത്തിൻ്റെയും ഹൈന്ദവ സംസ്കാരത്തിൻ്റെയും വൈകാരികമായ പശ്ചാത്തലങ്ങളുള്ള ഈ പ്രദേശത്ത് വെച്ച് നടക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു നവോത്ഥാനത്തിന് തുടക്കം കുറിക്കുക എന്ന് തന്നെയാണ്.
യോഗക്ഷേമ സഭ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഈ വർഷത്തെ 2024 സംസ്ഥാന കൗൺസിൽ യോഗവും പൊതുയോഗവും ഇവിടെ കാസർഗോഡ് ജില്ലയിൽ വെച്ച് നടത്തണമെന്ന് 2 മാസങ്ങൾക്കുള്ളിലാണ് നമ്മൾ തീരുമാനിച്ചെടുത്തത്. യഥാസമയം അനുമോദിച്ചിട്ടുണ്ട്. സംസ്ഥാന സഭയുടെ മാന്യമായ നടത്തിപ്പിന് പക്വതയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ ഇതൊരു മത്സരവേദിയല്ല. നമ്മൾ യോഗക്ഷേമ സഭയുടെ സമുന്നതമായ ഉയർച്ചയ്ക്ക് വേണ്ടി വാക്കുകളും പ്രവൃത്തികളും വരേണ്ട വേദിയാണ്. ആ നിലവാരം നിങ്ങൾ കാത്തു സൂക്ഷിക്കും. കാരണം നിങ്ങളെല്ലാം എന്നേക്കാൾ വിവരമുള്ളവരാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങളിൽ നിന്ന് മാന്യമായ സമീപനം പ്രതീക്ഷിക്കുക. രക്ഷപ്പെടാൻ വേണ്ടി ഓരോ ഗ്രാമസംഘത്തിൽ ഓരോരുത്തരും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള സമീപനങ്ങൾ യോഗക്ഷേമ സഭ ഉൾപ്പെടെയുള്ള ഗ്രാമസംഘങ്ങൾ എടുക്കേണ്ടതുണ്ട്. വേദികളാണ് പ്രവർത്തിക്കാൻ അവരുടെ ശേഷി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഭാഷകളൊന്നും ഉണ്ടാകരുത് എന്ന് വളരെ വിനീതമായിട്ട് പറയുക. എന്തായാലും ഈ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കപ്പെടണമെങ്കിൽ നാമെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാലമാണ്. അവിടെ എല്ലാത്തരം ബ്രാഹ്മണരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ഈ കേരളത്തിൽ പുറത്തുള്ള ബ്രാഹ്മണ സമൂഹത്തിനെ നമുക്ക് കഴിഞ്ഞ 2 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ ബ്രാഹ്മണ സമൂഹത്തിനെ മുഴുവൻ കാര്യങ്ങളും ഫലപ്രദമായി അവതരിപ്പിച്ച് എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവച്ചതൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഉണ്ടാകിയ അവസ്ഥയിൽ കൂടി നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു സമയമല്ല. ആരും പൈസ വാങ്ങിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നവരല്ല. മാന്യമായ ഭാഷ സംസ്കരിക്കാൻ നമുക്ക് കഴിയണം. ചിലരൊക്കെ യുദ്ധത്തിൽ വരുന്നവരല്ല. നമ്മുടെയൊക്കെ ചില മീറ്റിങ്ങുകളിൽ അതൊന്നും പോലെ അങ്ങനെയൊക്കെ ആയാൽ നമുക്ക് നന്നാവാൻ പറ്റില്ല. പദ്ധതിയുടെ രൂപരേഖയും ജനറൽ സെക്രട്ടറി വിശദീകരിച്ചു, അവതരിപ്പിച്ചു. ശേഷം നമ്മുടെ കടന്ന ഉദരമാണ് ആദരണം സ്വാഗതം ചെയ്യുന്നു. തന്റേതായ പറയുമ്പോൾ ആത്മീയത എന്താണെന്ന് പരിചയപ്പെടാനും അനുഭവിക്കാനും അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള പരിശീലനത്തിലൂടെ അതിന് പിന്നിൽ കൂടുതൽ വേണ്ടത് നമുക്ക് ആ കാലിക പ്രസക്തിയെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് തന്നെ ഈ സമാജത്തിൽ ബ്രാഹ്മണനെ എന്താണ് പ്രസക്തി എന്ന് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഉണരണം എന്ന് ആഹ്വാനം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ അവിടെ സത്യാഗ്രഹം കിടന്ന പരിചയപ്പെടുന്ന അന്തരങ്ങളെ വിസ്തരിച്ചു പോവുകയാണ്. അതിന്റെ കാരണം സമാജം വേണമെന്ന് ചിന്തിക്കാതെ പ്രവർത്തിക്കാതെ ഇതിന്റെ കാരണം ഇതൊക്കെയാണ് പറയേണ്ടത്. ഇവിടെ ആരും വലുതുമല്ല ചെറുതുമല്ല. നമുക്ക് ഓരോ കാലഘട്ടത്തിൽ നമുക്ക് ഓരോ നമ്മുടെ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് നമ്മളെക്കാളും പ്രവർത്തിക്കുന്ന ആൾക്കാർ അവർ മുമ്പോട്ട് കടത്തുന്ന സ്നേഹ ബഹുമാന ആദരങ്ങളിൽ നിന്ന് പ്രൗഢ ഗംഭീരമായ നമ്മുടെ യോഗക്ഷേമ സഭ വനിതാ വിഭാഗത്തിൻ്റെ സംസ്ഥാന വാർഷിക കൗൺസിൽ യോഗത്തിൻ്റെ നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പ്രമുഖ വ്യക്തിത്വം ബഹുമാന്യനായ ശ്രീ കിരണം കാളിദാസമർത്തനി അവർ വളരെ കുറച്ചേ ഉള്ളൂ. എന്നിട്ടും ഈ യോഗക്ഷേമയുടെ സംസ്ഥാന സമ്മേളനം ഇവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ച് അതിവിടെ പ്രൗഢഗംഭീരമായി നടത്തുന്ന ഏറ്റെടുത്ത ഈ ജില്ലയുടെ ഭാരവാഹികൾക്ക് ആദ്യം തന്നെ ഞാൻ സാഷ്ടാംഗ നമസ്കാരം അർപ്പിക്കുന്നു. പോരട്ടെ. അക്ഷരം അമ്മയിൽ ഉണരുന്നു സ്നേഹം അറിവുകൾ
ആഗ്രഹിക്കുകയാണ്. ഇവിടെ സമാജം നേരെ നിലനിൽക്കണമെങ്കിൽ ഈ പറഞ്ഞ ഈശ്വരീയത ഒന്നുകൂടെ പറഞ്ഞിടത്തിലാണ് ഈ ക്ഷേത്ര സങ്കല്പങ്ങളിലൊക്കെ തന്നെ. ഇപ്പൊ നമ്മൾ കണ്ടു, തിരുപ്പതിയിലൊക്കെ കേട്ടു, എന്നുവെച്ചാൽ മാലിന്യങ്ങൾ കടന്നുകൊള്ളുന്നു നിവേദ്യങ്ങളിൽ പോലും എന്ന് പറഞ്ഞു. ക്ഷേത്രങ്ങളിലെ പൂജാരിമാർ മിക്കവാറും രോഗികളായി മാറുന്നതിന് കാരണം ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന പൂജാവസ്തുക്കളും എണ്ണയും വലിയ കുഴപ്പം തന്നെയാണ്. അങ്ങനെ അതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ കളയുന്ന ഏർപ്പാടുകളൊക്കെ അവിടെയെങ്കിലും ക്ഷേത്രകാര്യങ്ങളിലും ആത്മാർത്ഥമായ സമീപനം ഉണ്ടാവണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആൾക്കാരും നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും അസാമാന്യ കഴിവുള്ള ആൾക്കാർ പതിനെയും സദസ്സിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവരൊക്കെ തന്നെ വളരെ നിഷ്കളങ്കരായിട്ടാണ് ഇരിക്കുന്നത്. ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എറണാകുളത്തുള്ള റിസൾട്ട് വല്ലവരെ പറഞ്ഞിട്ടുണ്ട്, ബ്രാഹ്മണർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി ഓലനാണ്. ഓലൻ പ്രത്യേക വികാരമില്ലാത്ത സാധനമാണ് ഈ ഓലൻ. ബ്രാഹ്മണന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് നമുക്ക് പ്രത്യേക വികാരമില്ലെന്ന്. എന്നാലും അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ മുമ്പോട്ട് വരണം എന്ന് വിനീതമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ മക്കളെല്ലാം ശങ്കരമാരുടെ ഒന്നുകൂടെ പറഞ്ഞിടത്താണ് ശ്രീനാരായണ ഗുരുസ്വാമിയും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളയും ഇതിനെ പറഞ്ഞു വെച്ചതൊക്കെ ശങ്കരാചാര്യ സ്വാമികളൊക്കെ പറഞ്ഞു വെച്ചത് ഈ സമാജം അവരൊന്നും ജാതിയുടെയോ പാർട്ടിയുടെയോ ആൾക്കാരല്ല. അവരെല്ലാം ഈ സമാജത്തിന്റെ യോഗീശ്വരന്മാരായിരുന്നു. കാര്യം വിസ്മരിക്കാതെ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ജീവിക്കാനും വലിയ ആത്മൂലമില്ലാത്തവരെ ഉപേക്ഷിക്കരുത്, അവരെ സംരക്ഷിക്കാനൊക്കെയുള്ള ഒരു വകതിരിവ് ഈ സമാജത്തിൽ ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അധ്യക്ഷൻ ചോദിക്കുന്നു. ഞാൻ കൂടുതൽ സംസാരത്തിൽ ക്ഷമിക്കണം എന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് ഒരു ഉയർത്തുന്നതിന് വേണ്ടി സംഘടിക്കാം എന്ന് എല്ലാവർക്കും निर्मलाय प्रशांताय दक्षिणामूर्तये अत्यंत बालं मतसीम प्रकाशम विद्वासम कनकभूषणभूषि ಈ ಪ್ರಕಾರದಲ್ಲಿ ಬೇರೆ ಬೇರೆ ಕಾರಣಗಳಿಂದ ನಾವೇನು ನಮ್ಮ ಸಂಸ್ಕಾರಗಳನ್ನು ರೂಢಿಸಿಕೊಂಡು ಬರಬೇಕು, ಅದನ್ನು ಮರೆತು ಈ ಸಮಾಜ ನಡೀತಾ ಇರೋದು ಕೂಡ ಇದೊಂದು ವಿಷಾದದ ವಿಷಯ. ಆ ಸಂಸ್ಕಾರಗಳಿಂದ ಮತ್ತೆ ನಾವು ಇತರ ಸಮಾಜಗಳಿಗೆ ಒಂದು ಆದರ್ಶ ಪ್ರಾಯವಾಗಿ ಬದುಕುವಲ್ಲಿ ನಮ್ಮ ಜೀವನವನ್ನು ನಾವು ಸಾಗಿಸಬೇಕು. ಸಲ್ಲಿಸಿಕೊಂಡು ಅವರು ಹಾಕಿಕೊಂಡಂತಹ ಮಾರ್ಗದಲ್ಲಿ ನಾವು ಮುನ್ನಡೆಯುವ ಪ್ರಯತ್ನವನ್ನು ಮಾಡಿದರೆ ಖಂಡಿತವಾಗಿಯೂ ಸಮಾಜ ಇನ್ನಷ್ಟು ಉನ್ನತಿಯನ್ನು ಹೊಂದುವುದರಲ್ಲಿ ಯಾವುದೇ ಸಂಶಯ ಇಲ್ಲ. ಕಲಿಯುಗದಲ್ಲಿ ಸಂಘಟನೆಗೆ ಅತ್ಯಂತ ಹೆಚ್ಚಿನ ಬಲ ಇದೆ. കുട്ടിക്കോൽ സംഘടന പ്രാപ്തരെ കൂടാരത്തിനാണ് ലഭിച്ചത്. അകത്തും പുറത്തും അറിയപ്പെടുന്ന ഗായകനും സംഗീത സംവിധായകനും അവാർഡ് ജേതാവുമാണ് ശ്രീ കൃഷ്ണഭട്ട് വെള്ളിക്കോ. കാസർഗോഡ് പരമ്പര വിദ്യാപീഠം പ്രിൻസിപ്പാളായി പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹം നീലേശ്വരം രാജാസ് ഹൈസ്കൂൾ, കാസർഗോഡ് ഗേൾസ് ഹൈസ്കൂൾ, വെള്ളിക്കൊത്ത് മഹാകവി പി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നൽകി വരുന്ന ദേശീയ അധ്യാപക അവാർഡ് 2000 അദ്ദേഹത്തിന് ലഭിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അനൗപചാരിക വിദ്യാഭ്യാസ പ്രചരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി അദ്ദേഹം നടത്തിയ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ആദരവിന് പാത്രമാവാൻ അദ്ദേഹത്തെ സംഘാടക സമിതിക്ക് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. ഇവിടെ നടക്കുന്നത് വന്ദനീയമായ അർഹമായ അവരുടെ നമ്മുടെ പട്ടതിരി അവർ പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ്. അടുത്തതായി അദ്ദേഹത്തെ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർകളാണ്. യോഗക്ഷേമ സഭയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ സഭയെ ബഹുദൂരം നയിച്ച അതുല്യ വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ AP ശങ്കരൻ നമ്പ്രാന്തി. സംഘടനാ പ്രവർത്തകർക്ക് നവോന്മേഷം പകരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഗണപതി മാസ്റ്റർക്ക് 1000 അഭിഭാഗം എന്ന നിലയിൽ സമിതി പ്രസിഡന്റ്, ജില്ലാ കൗൺസിൽ അംഗം, ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിലേക്ക് പടിപടിയായി അദ്ദേഹം ഉയർന്നു. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എന്ന നിലയിലും ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലും യോഗക്ഷേമ സഭയെ ഉയർത്തുവാനും ഉണർത്തുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സംഘാടകൻ അദ്ദേഹം പ്രായത്തെ അവഗണിച്ചുകൊണ്ടാണ് 5-6 വർഷത്തോളം കാസർഗോഡ് ജില്ലാ യോഗക്ഷേമ സഭയെ മുന്നോട്ട് നയിച്ചത്. അദ്ദേഹത്തിന് നമ്മുടെ ആദരം.
ഏറ്റവും നല്ല ഉപസഭയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അയ്മനം കുടമാളൂർ ഉപസഭ. കഴിഞ്ഞ സംസ്ഥാന സമ്മേളന വേദിയിൽ 12ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭക്ഷണ വിതരണത്തിന്റെ മുഴുവൻ ചുമതലയും ഏറ്റെടുത്ത കുടമാളൂർ ഉപസഭ. ആനന്ദ നാരായണൻ PS പുത്തിലോട്ട് ഉപസഭ. സംസ്ഥാന സമ്മേളനം ആദരണീയനായ നമ്മുടെ സഭയുടെ സംസ്ഥാന പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്, ജില്ലാ ഭാരവാഹികൾ, ഗുരുതുല്യരായ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാർ അനുവദിച്ചിട്ടുള്ളൂ. എങ്കിൽ തന്നെ ഞാൻ 12 മണിക്ക് ഇവിടെ വരുമ്പോൾ ഒരു ബ്രാഹ്മണ സമൂഹം തന്നെ ഒരു പൊതു സമ്മേളന വേദിയിൽ കാണുമ്പോൾ വളരെയധികം അതിശയപ്പെട്ടു. അഭ്യർത്ഥിക്കാം. കാസർഗോഡിൽ സപ്തബ്രാഹ്മണ ഇവിടെ ഞങ്ങൾ കൂടുതലാണ് കാസർഗോഡിലും, പിന്നെ കർണാടകത്തിൻ്റെ ദക്ഷിണ കന്നഡ, അങ്ങനെ ബംഗളൂരു, മംഗലാപുരം ഈ ഭാഗത്താണ് ഞങ്ങളുടെ ജനസംഖ്യകൾ. സംസ്ഥാന പ്രസിഡന്റ്, മറ്റു വിശിഷ്ടാക്കളെ സദസ്യരെ, ഞാൻ സഹോദരിമാരെ, സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഒരു നല്ല ഓളം ഉണ്ടാക്കിയാണ് നമ്മുടെ വാർഷിക സംസ്ഥാന സമ്മേളനമായ കാസർഗോഡിന് നമ്മൾ ഇന്ന് തിരശ്ശീലയിടുന്നത്. അതിനായി അക്ഷീണം പരിശ്രമിച്ച ഒരുപാട് ആൾക്കാർ കാസർഗോഡുണ്ട്. സഭാധ്യക്ഷൻ ശ്രീ അഖിലവൻ കാളിദാസൻ പട്ടേൽപ്പാട്, നമ്മുടെ യോഗക്ഷേമ സഭ പ്രവർത്തകർ, നമ്മുടെ ഈ ജില്ലക്കാരനായതുകൊണ്ട് നമ്മുടെ ഇതിനെ വിളിക്കേണ്ട ആവശ്യമില്ലെങ്കിലും ഔപചാരികതയുടെ പേരിൽ ഉത്തരമേഖലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു ആശംസ അറിയിക്കാൻ വേണ്ടി എന്നെ വിളിച്ചതാണ്. നമ്മുടെ ഈ കാസർഗോഡ് വെച്ച് ഇങ്ങനെ സാധിച്ചത്, പങ്കെടുക്കാൻ സാധിച്ചതിൽ എല്ലാവരും അഭിമാനിക്കേണ്ടതാണ്. ബ്രാഹ്മണ സമൂഹത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് നമ്മുടെ വേദനകളും യാതനകളും കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ ഇന്ന് യോഗക്ഷേമ സഭ വളർന്നിട്ടുണ്ട്, മറ്റുള്ള സംഘടനയെക്കാളും കൂടുതലായിട്ട്. ക്യാമറാമാൻ ചിത്രാഞ്ജലിയോടൊപ്പം ഞാൻ ബിന്ദു മരങ്ങാട്. നന്ദി.